Hello, good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Hi, good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഒരു ദിവസമായില്ല നമ്മൾ കണ്ടിട്ട് ഇടയ്ക്ക് ഹലോ കേൾക്കണ്ടോ? ശരിയായ ഓക്കെ. യെസ്, അപ്പൊ കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ട് എന്ന് ഞാൻ പറയായിരുന്നേ, ഒരു രണ്ടാഴ്ചക്ക് ഇപ്പുറമുള്ളതാണ് അല്ലേ? കഴിഞ്ഞ 26th നമുക്ക് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം ക്ലാസ് ഉള്ളൂ ആഴ്ചയില്. അന്നത്തെ മിസ്സായപ്പോ എനിക്ക് നിങ്ങളെ മിസ്സായെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ മിസ്സിംഗ് ആയിട്ടൊന്നും തോന്നിയില്ലാലോ അല്ലേ? തോന്നിയില്ല? ഞാൻ നേരത്തെ പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ മിണ്ടുന്നില്ല. ഓക്കെ, കണ്ടിട്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ അതായത് നിങ്ങളെ ഞാൻ മിസ് ചെയ്തു എന്ന്. ക്ലാസ് ആണല്ലോ, നമുക്ക് മിസ്സാവുക. ആ കുട്ടികളെ നമ്മളിങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന ക്ലാസ്സിൽ ഒരു ക്ലാസ് ഒക്കെ കിട്ടാതാവുമ്പോ നമുക്ക് മിസ്സാവും. അതുകൊണ്ടാണ് മിസ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ചാപ്റ്റർ കുറച്ച് തുടങ്ങി വെച്ചു അല്ലേ? ഏതായിരുന്നു ചാപ്റ്റർ? ഓർക്കണ്ടോ? നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിലെ 3 ചാപ്റ്റർ തീർന്നു. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, സെക്കൻഡ് ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും, പിന്നെ ഒരു വെന്റിലേറ്റർ തീർന്നിട്ട് നമ്മളൊരു പുതിയ ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അന്ന് തീർന്നിട്ട് ഒരു ഇച്ചിരി ഒരു പാരഗ്രാഫ് കൊണ്ടൊക്കെ എടുത്തിട്ടുള്ളൂ അല്ലെ? അതിന്റെ പാരഗ്രാഫ് എന്താന്ന് പറഞ്ഞു. അതെ, 1-2 പാരഗ്രാഫാണ് എടുത്തത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമുക്കിനി എടുക്കണ്ടേ അല്ലെ? അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. എന്താണ് നമ്മൾ പറഞ്ഞത്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? To make sure that proper disinfection of surgical equipments and other instruments are done accurately and properly. അതായത് ഒരു ഹോസ്പിറ്റലിനകത്തുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റ്സും എല്ലാം തന്നെ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് അത് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് Central Sterile Supply Department. So they have to make sure that they have to ensure that proper disinfection is done on every surgical equipment
to avoid contamination of diseases. അല്ലെ, പല ആളുകളിലേക്കും രോഗങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട് ഇല്ല ഒട്ടും. വളരെ കുറവാണ് കേൾക്കുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഔട്ടായിട്ട് വീണ്ടും ഇന്നായപ്പോ സൗണ്ട് ഓക്കെ. ശരി ആണോ? ഞാൻ ഒച്ചുണ്ടാക്കിയിട്ട് നേരത്തെ അപ്പൊ ഇപ്പൊ ഞാൻ ഇന്നായപ്പോ ഇപ്പൊ ഓക്കെ ആയി. ആണോ? ഓക്കെ ഓക്കെ. ഞാൻ ഇത്രയും എന്റെ ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കേട്ടാൽ അപ്പുറത്തുനിന്ന് ടീച്ചർമാര് വന്നിട്ട് ടീച്ചർ ഒന്ന് പറയും. കാരണം എനിക്ക് വളരെ സൗണ്ട് ഉള്ള ആളാണ്. എന്തോ സിസ്റ്റത്തിന്റെ ചിലപ്പോ സിസ്റ്റത്തിന്റെ ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആണോ നോക്കിയാൽ ഈ സൗണ്ട് ആണോ നോക്കിയാൽ ഈ സൗണ്ട് ഞാൻ സൗണ്ട് അത്രയും വരെ എനിക്ക് കുറവ് പറ്റുള്ളൂ. പെട്ടെന്ന് ടീച്ചേഴ്സ് വരും. ഇപ്പൊ ഓക്കെ ആണോ? എനിക്കിപ്പോ ഓക്കെയാണ്. ആൾക്ക് ഗാലറി അപ്പോ എന്താ ഇയാളുടെ പേരെന്താ? നെജുവ. ഒന്ന് ഔട്ടായി. ഞാനൊന്നും കൂടി റിജോയിൻ ചെയ്ത് നോക്കി. ഇവിടെ ടെക്നിക്കൽ ഇഷ്യൂ ഇല്ല, പക്ഷെ സെയിം ആയിട്ട് തന്നെയാണ് കേൾക്കുന്നത്. അതായത് എനിക്ക് കാണാൻ പറ്റില്ല, എന്റെ ചെവിയിൽ വെക്കണം, അത്രയും വോളിയം കൊണ്ടുപോകുക. പേര് പറഞ്ഞ് നെജുവ. ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കിയായിരുന്നോ? രണ്ടു വട്ടമായിട്ട് ചെയ്ത് നോക്കി. ഇപ്പൊ കേൾക്കണ്ടോ പറയുന്നത്? ഞാൻ എന്റെ ചെവിയിലോട്ട് അടുത്ത് പിടിച്ചാലാ നമ്മൾ കേൾക്കണുള്ളൂ. ഫുൾ വോളിയാണ് ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ കേൾക്കണില്ല. അതെ, സ്പീക്കർ മാറിയിട്ട് ഫോണിന്റെ ഇതായിരിക്കും ചിലപ്പോ കിടക്കുന്നുണ്ടാവും. നോക്കി നോക്കിയേ. ഏതാ ടോപ്പിലെ സ്പീക്കറിന്റെ ചിഹ്നാണോ അത് ഫോണിന്റെ ചിഹ്നാണോ നോക്ക്. സ്പീക്കറിന്റെ ഇവിടെ കുറച്ച് കൂടുതൽ വോളിയത്തിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. സാധാരണ 60 ആണ് ഞാൻ കൊടുക്കാറ്. പക്ഷെ എനിക്ക് നല്ല വോളിയുണ്ട്, നമ്മൾ സാധാരണ സംസാരിക്കുന്ന വോളിയുണ്ട്. അപ്പൊ പ്ലീസ് ഒന്നുകൂടി ട്രൈ ചെയ്തേ. എവിടെയാണ് സൗണ്ട് ലോ ആയി കിടക്കണേന്ന് നോക്ക്. സിസ്റ്റത്തിലാണോ? പക്ഷെ ഞാൻ റീജോയിൻ ചെയ്ത് നോക്കാം. ശരി ഓക്കെ. നല്ല സൗണ്ട് ഉണ്ടത്. ഇതിൽ കൂടുതൽ സൗണ്ട് വേണ്ടാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ സർജിക്കൽ എക്യുപ്മെന്റ് ഡിസിൻഫെക്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായി നടത്തുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ കൃത്യമായി ചെയ്ത് ഡിസിൻഫെക്റ്റന്റ് ആക്കുക എല്ലാ എക്യുപ്മെന്റ്സും. അതിന് വേണ്ടിയിട്ട് അത് എൻഷുർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CFSD എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഇറ്റ് ലീഡ്സ് ടു ഡീകണ്ടാമിനേഷൻ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രോഗാണുക്കൾ പല രീതിയിൽ പടരാനുള്ള സാധ്യതകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറയ്ക്കാം, റെഡ്യൂസ് ചെയ്യാം, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോൾ വലിയ വൂൺസ്, അവിടെ വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ കൂടിയൊക്കെ പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡുകൾ നമുക്ക് പുറത്തേക്കൊക്കെ വരും. അപ്പൊ അത് വേറെ ഏതെങ്കിലും ആളുകളിലേക്കൊക്കെ പകർന്നാല് ആൾക്കുള്ള രോഗത്തിന്റെ എന്താ പറയാ ബാക്ടീരിയസോ വൈറസോ ഒക്കെ പകരാനായിട്ട് സാധ്യതയുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആണ് നമ്മുടെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ എന്താണ് ഒരു സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ആക്സെപ്റ്റ്സ് സ്റ്റോൺസ്, അതായത് ഒരുപാട് സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ചില എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ അതിനെല്ലാം സ്വീകരിക്കുക, അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക, ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ട്. അത് സ്റ്റോർ ചെയ്ത് സ്റ്റെറിലൈസേഷനൊക്കെ ശേഷം കൃത്യമായിട്ട് അതത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സപ്ലൈ ചെയ്യുക. അത് സ്റ്റെറൈൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സും ആൻഡ് ഓൾസോ നോൺ സ്റ്റെറൈൽ എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെ? സ്റ്റെറൈൽ ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് അങ്ങനെയൊക്കെ അത് ക്ലാസിഫൈ ചെയ്ത് അതത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വളരെ കെയർഫുൾ ആയിട്ടും സേഫ് ആയിട്ടും പേഷ്യൻസിന്റെ സേഫ്റ്റിക്കും ഹോസ്പിറ്റലിന്റെ ഇമേജ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ സെന്റൻസ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞോ? ഏതെങ്കിലും സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് പാരഗ്രാഫില്?
Okay, now let's see what are the objectives and functions of CSSD. എന്താണ് ഇവരുടെ ലക്ഷ്യം? എന്തിനാണ് ഇങ്ങനെ CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് in a hospital? Let's see what are the important objective or function of the CSSD. First one, to supply sterilized materials. അതായത് ഹോസ്പിറ്റൽസിനകത്ത് ഉപയോഗിക്കുന്ന സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് അത് CSSD-യിൽ സ്വീകരിച്ച് അത് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്ന് വെച്ചാൽ സ്റ്റെറിലൈസേഷൻ is most important thing. അല്ലെ, ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റൽസിൽ ഓരോ സർജറീസ് 4 പോയിന്റ്സ് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഓരോ സർജറീസ് നടത്തുമ്പോൾ ഒരു പേഷ്യൻസിന് ഉപയോഗിച്ച എക്യുപ്മെന്റുകളൊക്കെ മറ്റൊരു പേഷ്യൻസിന് വേണ്ട അപ്പൊ തന്നെ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ സെയിം മെറ്റീരിയൽസ് നമുക്ക് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ സെക്കൻഡ് ഒരു ഇത് ഉണ്ടെങ്കിൽ സെക്കൻഡ് ചോയ്സ് ഉണ്ട്, അത്തരം എക്യുപ്മെന്റ് വേറെയും ഉണ്ട്, പെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ ഓരോ സെറ്റുകളും ചിലപ്പോൾ അത് ഉപയോഗിച്ച് തീർന്നിട്ടില്ലെങ്കിൽ അത് ഉപയോഗിച്ചതൊക്കെ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, CSSD-യിലേക്ക് പ്രൊവൈഡ് ചെയ്ത്. അപ്പൊ CSSD-യുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതെല്ലാം കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസിനെ പരമാവധി റെഡ്യൂസ് ചെയ്യുക. റിഡക്ഷൻ ഇസ് ദ നൗൺ ഫോം ഓഫ് റെഡ്യൂസ്. റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കുറയ്ക്കുക എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ നൗൺ ഫോം ആണ് റിഡക്ഷൻ. അപ്പൊ ആ ഒരു കുറവ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് പല രീതിയിലും പടരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ പരമാവധി ഇല്ലാതാക്കുക, കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ CSSD ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് അതാണ്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് നമുക്കറിയാം, ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന പല സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യും, അത് ഈ പറയുന്ന പോലെ ഓരോ സർജറീസ് കഴിയുമ്പോഴും അത് തന്നെ സെയിം തന്നെ ഇപ്പൊ ഒരു ഹൃദയം വാഷ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് മറ്റൊരാൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത്രയും എന്താ പറയാ നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ചിലപ്പോ ഗുണത്തേക്കാളെ ഭയങ്കര ദോഷമായിരിക്കും ഉണ്ടാകുക. അപ്പൊ ചില ആൾക്കാര് ഡോക്ടേഴ്സിന് ചിലപ്പോൾ എന്താണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് വെച്ചാൽ ഒറിജിനൽ അല്ലാത്ത എക്യുപ്മെന്റ് ഒക്കെ ഉപയോഗിച്ച് പേഷ്യൻസിലെ പല സർജറീസും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, ചിലപ്പോഴൊക്കെ എന്താ പറയാ പല അബദ്ധങ്ങൾ അല്ലെ കൈപ്പിഴകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒറിജിനൽ ആകിയ എക്യുപ്മെന്റ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആൻഡ് ആഫ്റ്റർ ഈച്ച് ആൻഡ് എവറി സർജറി ഓർ പ്രൊസീജിയർ it have to be sterilized. അതിന് എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉപയോഗിക്കാതിരിക്കാൻ ആവശ്യത്തിന് എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റെറിലൈസിംഗ് ഒക്കെ നടത്തി അത് പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്യില്ല, ആ സെയിം സ്റ്റെറിലൈസ് ചെയ്ത് വന്നല്ലോ, അപ്പൊ നമുക്ക് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിന് പകരം വേറെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട് വന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ്സിന്റെ പ്രത്യേകത അതാണ്, ലോ ക്വാളിറ്റി ആയിരിക്കും. ക്വാളിറ്റി കുറയുന്നതനുസരിച്ച് അവരുടെ ഫംഗ്ഷനിങ്ങും അത്രയും തന്നെ പോരായ്മകൾ ഉണ്ടായിരിക്കും. സോ ടു അവോയ്ഡ് യൂസിങ് ഓഫ് സച്ച് ഡ്യൂപ്ലിക്കേറ്റ് എക്യുപ്മെന്റ്സ്, അതായത് ഇത്തരം എക്യുപ്മെന്റുകൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാതിരിക്കാൻ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? And next one, to keep records in the efficacy of cleaning, disinfection and sterilization procedures and process. അതായത് കൊണ്ടുവരുന്ന എക്യുപ്മെന്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിസിൻഫെക്ട് ചെയ്യുന്നു, അതുപോലെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുന്നു. അതിന്റെയൊക്കെ റെക്കോർഡ്സ് എഫിഷ്യന്റ്ലി ദേ ഹാവ് ടു കീപ്പ്. കാരണം നമ്മുടെ CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് വാട്ട് ഓൾ എക്യുപ്മെന്റ്സ് ആർ റിസീവിംഗ്, എന്തൊക്കെ എക്യുപ്മെന്റുകൾ കിട്ടുന്നുണ്ട്, അതപ്പോ കൃത്യമായിട്ട് അതിന് റെക്കോർഡ് വേണം. കാരണം ഈ കിട്ടിയ എക്യുപ്മെന്റ്സ് ഹാവ് ടു ബി റിട്ടേൺഡ് അല്ലെ. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എവിടെ നിന്നൊക്കെയാണോ കൊണ്ടുവന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അങ്ങോട്ട് തന്നെ അതേ രീതിയിൽ ആയിരിക്കണം. അതുകൊണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ, കേടുപാടുകളൊന്നും ഇല്ലാതെ. അപ്പൊ അതിന് കൃത്യമായിട്ടും റെക്കോർഡ്സ് വേണം. ഇന്ന സാധനങ്ങള് ഇത്ര പെയേഴ്സ്, ഇന്ന സാധനങ്ങൾ ഇത്ര പെയർ, അങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സ്വീകരിക്കുന്നത്. ക്ലീനിങ്ങും സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും ഒക്കെ ചെയ്യാം. സോ ദേ ഹാവ് ടു കീപ് റെക്കോർഡ്സ് ഓഫ് എഫിക്കസി ഓഫ് ദ ക്ലീനിങ്. അപ്പോഴാണ് അതിനകത്ത് കാര്യക്ഷമമായിട്ട് അവർ ക്ലീനിങ്ങും അതുപോലെ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതും സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഒക്കെ കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ലക്ഷ്യം കൂടിയാണ്. To exhibit and enforce controls necessary to avoid the cross infection. പറഞ്ഞ കാര്യം തന്നെയാണ്, വീണ്ടും വേറെ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. കൺട്രോൾ കൊണ്ടുവരാൻ, എന്തിൽ കൺട്രോൾ കൊണ്ടുവരാൻ, to avoid
cross-infection. Cross-infection means it is the infection which is passed on from one person to another from the atmosphere, like bacteria or virus from any person to any other person. And വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നും എന്താ പറയുക വ്യക്തികളിലേക്കും ഒക്കെ പടരാൻ സാധ്യതയുള്ള ചില ബാക്ടീരിയാസ്, വൈറസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ അതിനെയാണ് നമ്മൾ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുക. അപ്പൊ ഇത്തരം ക്രോസ് ഇൻഫെക്ഷൻസ് ഒക്കെ എന്താ പറയാ അതിനൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ, അതിനെയൊക്കെ ഒരു പരമാവധി നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്? CSSD ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അതാണ്, ക്രോസ് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ CSSD ചെയ്യുന്നത്. അത് അവരുടെ ലക്ഷ്യമാണ്. To maintain an inventory of supplies and equipments, and also they have to maintain an inventory stock of എന്തിന്റെയൊക്കെ അവിടെ വരുന്ന എക്യുപ്മെന്റിന്റെയൊക്കെ അല്ലെങ്കിൽ അവിടെ വരുന്ന പല ഉപകരണങ്ങളുടെയും എന്താണോ അതൊക്കെ കൊണ്ടുവരുന്നത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യണം. അതിന്റെ ഒരു ഇൻവെന്ററി they have to keep. ഇനി ഇതൊക്കെ സ്റ്റോർ ഉണ്ട്, ആൻഡ് ഇതൊക്കെ എന്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്തു, ഇനി സ്റ്റെറിലൈസ് ചെയ്യാൻ ബാക്കി എന്തുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, എന്ത് സപ്ലൈസും എക്യുപ്മെന്റ്സും whatever it is received in this CSSD have to maintain a clear inventory. അതിന്റെ ഒരു സ്റ്റോക്ക് കാണിക്കണം. ഇത്ര സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ ഇത്ര നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്തു അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തു, ഇനി ബാക്കി ഇത്ര നിൽക്കുന്നുണ്ട്, ഇന്നൊന്ന് ഹാൻഡ് ഓവർ ചെയ്തു ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓൾ ദാറ്റ് തിങ്സ് അതിന്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കൃത്യത നമ്മൾ ഉറപ്പ് വരുത്താനായിട്ട് എക്യുപ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And also at the same time they have to safeguard environment for the patients and also staff. Sterilization ചെയ്യുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു ലക്ഷ്യം എന്താണ്? അവിടെയുള്ള പേഷ്യൻസിനും ആസ് വെൽ ആസ് ദ സ്റ്റാഫ്. നമുക്കറിയാം ഒത്തിരി ഒരു ഹോസ്പിറ്റലിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു ഡിസീസ് അല്ലെ ഏതെങ്കിലും ഒരു ബാക്ടീരിയയോ വൈറസോ ഒക്കെ സ്പ്രെഡ് ആയി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടാത്ത സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസ് കുറച്ച് കൺജസ്റ്റഡ് ആണ്, കുറെ പേഷ്യൻസ് ഉണ്ട്, ഒത്തിരി സ്റ്റാഫുകളുണ്ട്. ഒരാളിന് പെട്ടെന്ന് ഇത് ഒത്തിരി ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ അധികം സമയം എടുക്കില്ല. കാരണം അവിടെ എന്ന് പറയുന്നത് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിനകത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ലാർജ് ആണ്. മറ്റേത് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ ഒത്തിരി സ്റ്റാഫുകൾ തന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ വരുന്ന പേഷ്യൻസ്, അതിൽ ഇൻ പേഷ്യൻസ് ഉണ്ട്, ഔട്ട് പേഷ്യൻസ് ഉണ്ട് അല്ലെ. ലോട്ട് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ദർ ആൻഡ് ഓൾസോ ദേ ആർ പേഷ്യൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് എളുപ്പം ഒരാളിൽ നിന്ന് അടുത്ത ആളുകളിൽ ഒരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ബാക്ടീരിയാസ് ഇൻക്രീസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ അതിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യുക, നമ്മുടെ എൻവയോൺമെന്റ്, ഹോസ്പിറ്റൽ എൻവയോൺമെന്റിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ CSSD-യുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. So these are the important objectives or functions of CSSD. മനസ്സിലായോ? 7 പോയിന്റ്. അപ്പൊ നമ്മളില്ലേ ആ 7 പോയിന്റിൽ എല്ലാ പോയിന്റും നമ്മൾ പഠിക്കണം. ഫസ്റ്റ് പോയിന്റ് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ, പിന്നെ ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. പറയുന്ന ഒരു 4 പോയിന്റ് ഉണ്ട്, അത് മാത്രം അണ്ടർലൈൻ ചെയ്യാം. Which of the following are included in the objectives and the functions of CSSD എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ വരുന്ന ചില പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ്, തേർഡ് പോയിന്റ്. പിന്നെ അടുത്തത് controls necessary to avert cross infection. Controls necessary cross infection എന്നായാലും മതി, അതിന്റെ ആവശ്യമുള്ളൂ. Controls necessary cross infection. അടുത്തത് to maintain inventory of supplies and equipments. To maintain inventory of supplies and equipments. പിന്നെ അടുത്തത് to safeguard environment for the patients and staff. To arrange a safe environment, no, to safeguard the environment for patient and staff. ഇങ്ങനെ ഉണ്ടാവാം. സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പേഷ്യൻസിനും സ്റ്റാഫ്സിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഒബ്ജക്റ്റീവ്സ് ഓഫ് CSSD വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തേക്ക് പോട്ടെ. അണ്ടർലൈൻ ചെയ്തില്ല 5 പോയിന്റ് ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തത്. 7 എണ്ണം ഉണ്ട്, അതിൽ വലുത് 2 എണ്ണം വേണ്ട. ആ വലുത് 4ഉം 5ഉം കുറിച്ച് ബാക്കിയല്ല. 4ഉം 5ഉം 2 അല്ലെ? 4ഉം 5ഉം 2. 1 പിന്നെ 3 പിന്നെ 5
7 കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഡിസൈനിങ് ഓഫ് എ CSSD. ഇനി ഒരു CSSD-നെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയാം. We know that as usual നമുക്കറിയാം ഒരു CSSD എന്ന് പറയുന്നത് it depends upon the size of hospital അല്ലെ. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സൈസ് ഒക്കെ അനുസരിച്ച് തീർച്ചയായിട്ടും CSSD-യുടെ ഒരു സൈസ് ലൊക്കേഷൻ ഡിഫേഴ്സ്. തീർച്ചയായിട്ടും അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എവിടെയായിരിക്കും ഒരു CSSD അല്ലെ, അതേപോലെ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ സൈസ് എത്രത്തോളം വലിപ്പമുള്ള ഒരു CSSD ആണ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ടത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ ഡിസിഷൻ ആണ് ഒരു ഹോസ്പിറ്റലിന്റെ CSSD എവിടെ വേണം, എത്രത്തോളം വലിപ്പമുള്ള ഹോസ്പിറ്റലിന്റെ CSSD വേണ്ടത്. അത് അവരുടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള അധികാരം ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഉണ്ട്. മനസ്സിലായോ? തങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇത്രയും എന്താ പറയാ ഏരിയ ഉള്ള ഒരു CSSD ആണ് വേണ്ടത്, അതിന്റെ ലൊക്കേഷൻ ഇന്ന സ്ഥലത്തായിരിക്കണം. ഇറ്റ് ക്യാൻ ബി ഡിസൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, അവരാണ് അത് ഡിസൈഡ് ചെയ്യാം. ആൻഡ് യൂഷ്വലി ഈ പറയുന്ന CSSD എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദ ഓപ്പറേഷൻ തിയേറ്റർ. സാധാരണഗതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏകദേശം അടുത്താണ് വേണ്ടത്. യൂഷ്വലി അങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ARD ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓർ അതർവൈസ് നിയർ ദ വാർഡുകളുടെ അടുത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. കാരണം വാർഡുകളുടെ അടുത്തെന്ന് പറയാൻ കാരണം വാർഡിലും ഉണ്ട് എന്ത് നമ്മളുടെ എന്താ പറയാ ഒരുപാട് പേഷ്യൻസിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് വാർഡുകൾ അല്ലെ. അപ്പൊ അവിടെയും പല സ്ഥാപനങ്ങളൊക്കെ ഡിസിൻഫെക്റ്റഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ അടുത്ത് അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ARD ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വാർഡ് അതിന്റെ ഏകദേശം നിയറസ്റ്റ് പോസിബിൾ സ്ഥലത്തായിരിക്കണം നമ്മളുടെ CSSD ലൊക്കേറ്റ് ചെയ്യേണ്ടതാണെന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇതിന്റെ ഒരു എന്താ പറയാ ഇതിലേക്കുള്ള കാര്യങ്ങളില്ലേ എന്ന് വെച്ചാൽ CSSD പ്രോസസിംഗ് ഒക്കെ നടക്കുന്നത് അതിന്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഇൻ എ യൂണി ഡയറക്ഷണൽ ഫ്ലോ. ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിട്ടാണ് CSSD-യുടെ ലേ ഔട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ യൂണി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ഡിറക്ഷൻ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു യൂണിയൻ എന്താ പറയുക, അതായത് ഒരു ഒറ്റ ഡിറക്ഷനിലായിരിക്കും പോവുക എന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ടില്ല, ഒരു വരവില്ല. ആ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് നമ്മുടെ CSSD-യിലുള്ളത്. എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഒക്കെ നമുക്ക് താഴെയുണ്ട്. അന്നേരം നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. പിന്നെ CSSD ക്യാൻ ബി ലൊക്കേറ്റഡ് എന്താ പറയാ നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാണോ അതിന്റെ ഒരു ലോവർ ഫ്ലോറിലായിരിക്കും. ഇപ്പൊ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള വലിയ കുറെ നിലയുള്ള കെട്ടിട ബിൽഡിംഗ് ആണെങ്കിലേ ഹോസ്പിറ്റലിന്റെ കെട്ടിടം എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഒരു 3-5 നിലയൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാണോ അതിന്റെ നേരെ താഴെ അത് ഓക്കെ ആകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സജഷൻസ് അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഒരു പെർപെൻഡിക്കുലർ മൂവ്മെന്റിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേരെ താഴെയുള്ള നിലയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ ലംബമായിട്ട് താഴേക്ക് ഇങ്ങനെ വേഗം എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഓഫ് മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലേ ഔട്ട് കൊടുത്തിരിക്കുന്നത് CSSD എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ ഈ പറയുന്ന കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. CSSD അതിന്റെ സൈസും അതിന്റെ ലൊക്കേഷൻ. സൈസ് എന്ന് പറയുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റുകാർക്ക് തീരുമാനിക്കാം എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന CSSD അത് മാനേജ് ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ അതിന്റെ സൈസും. ഇനി സാധാരണ യൂഷ്വലി ഇത് കാണപ്പെടുന്നത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് അല്ലെങ്കിൽ ARD ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ വാർഡ്സിന്റെ അടുത്തായിരിക്കണം. ഇനി മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഒരുപാട് നിലകളുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാണോ അതിന്റെ ലോവർ താഴെ അതിന്റെ അടുത്ത് പറ്റിയില്ലെങ്കിൽ താഴെ എന്താ വെച്ചാൽ നെക്സ്റ്റ് എന്താ പറയാ ഫ്ലോറിൽ ആയിരിക്കും. തൊട്ട് താഴെയുള്ള ബിൽഡിങ്ങിലാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെറ്റീരിയൽസ് നേരെ താഴെ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ക്ലിയർ ആയോ അത്രയും ഭാഗം? ഇത് അണ്ടർലൈൻ ചെയ്യണം. മിക്കവാറും പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ അല്ലേ? പോയിക്കോട്ടെ അടുത്തതിലേക്ക്. എനി ഡൗട്ട്സ്? ഇവിടെ വരെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ?
ഉണ്ടോ? ഇല്ലൊന്നുമില്ലല്ലോ. നീ സൗണ്ട് പോയാട്ടെ. നിരാഷ് ഒരു തമ്പ് നോക്കി നിൽക്കുന്നതാണ് ഇവിടെ. ഒരു തമ്പ് കാണാൻ വേണ്ടി. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് CSSD-യുടെ ഏതാ പറയണ്ടേ? ഏതാ പറയേണ്ടത്? ഈ ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫാണോ? എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് പെട്ടെന്ന് പറയാനായിട്ട് പറയണേ. പെട്ടെന്ന്. ഇപ്പൊ 2-3 പ്രാവശ്യം ചോദിച്ചിപ്പോ ഞാൻ 3 പ്രാവശ്യം ചോദിച്ചില്ലേ എങ്കില് പിൽക്കാലത്തേക്ക് പോയേനെ. ഇത്ര സ്പീഡ് ഉണ്ടാ? ഞാനിപ്പോ വന്നിരുന്നിട്ട് അരമണിക്കൂറായിട്ടാ. അരമണിക്കൂറിൽ ഈ ഒബ്ജക്റ്റീവ്സും ഈ ഒരു കുഞ്ഞി പാരഗ്രാഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. അരമണിക്കൂറിൽ ഈ കുഞ്ഞി പാരഗ്രാഫ് സ്പീഡ് ഉണ്ടാ? ഭയങ്കര സ്പീഡാ. സ്പീഡ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ് എന്റെ നെറ്റ് കട്ടായി പോയതുകൊണ്ടാണ്. ഓക്കെ, ഇവിടുത്തെ നെറ്റ് കട്ടാവട്ടോ. ഇവിടെ നിന്നാ ഭയങ്കര സ്പീഡാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കും. മനസ്സിലാവണ്ടോ ഇല്ലെന്നുള്ളത് മാത്രമേ പറഞ്ഞത് അല്ലേ? അല്ലേ ശരി ചോദിക്കുന്നത്? ഇത് പറയും, ബാക്കിയുള്ളവർ പറയും. ഭയങ്കര സ്പീഡാണോ? അരമണിക്കൂർ കൊണ്ട് 2 കുഞ്ഞ് ടോപ്പിക്കാണ് ഞാൻ എടുത്തത് കേട്ടാ. അത് മനസ്സിലാകുന്നുണ്ട്. സംസാരിക്കുമ്പോ അങ്ങനെ സ്പീഡായി പോകും. ഈ സ്പീഡ് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ഓക്കെ, നെറ്റ് കട്ടാവണ്ടിക്കൊക്കെ ഒന്ന് പറയണേ. അപ്പോഴേ ചിലപ്പോ ഒരു ബ്രേക്ക് ചെയ്ത് പോകുമ്പോ ചിലർക്ക് അത് ക്ലിയർ ആവുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആ പ്രശ്നം തന്നെ. നെറ്റ് കട്ടാവണ്ടിക്ക് ഒന്ന് വേഗം പറയണം കേട്ടാ. ഓക്കെ, ഒന്നുകൂടി പറയാൻ മാത്രമാണ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, എവിടെ വേണമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഡിസിഷനിൽ അവർക്ക് ഡിസിഷൻ എടുക്കാം. ഇത് ഇന്ന സ്ഥലത്ത് വേണം എന്ന് അല്ലെ. അപ്പൊ അതായത് ഹോസ്പിറ്റലിന്റെ CSSD അതിന്റെ വലിപ്പം, ലൊക്കേഷൻ ഒക്കെ എവിടെ വേണമെന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. യൂഷ്വലി സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലില് ജനറൽ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അല്ലെങ്കിൽ ANG ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വാർഡ്, ഇതിന്റെ അടുത്ത പരിസരങ്ങളിൽ എന്തെങ്കിലായിരിക്കും CSSD ഉണ്ടാകുക. കാരണം ഇവിടെ നിന്നാണ് കൂടുതൽ എന്താ പറയാ എക്യുപ്മെന്റുകളൊക്കെ നമുക്ക് വേഗം സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ടത്. സോ അതുകൊണ്ടാണ് ആ സൗകര്യത്തിനാണ്. എന്നാൽ കുറച്ച് എന്താ പറയാ CSSD-യുടെ ലേഔട്ട് നമുക്ക് എന്താ പറയാ എവിടെ വേണമെങ്കിലും ആകാം. അത് ഹോസ്പിറ്റൽസിന്റെ തീരുമാനം അനുസരിച്ചാകാം. മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരുപാട് നിലകളുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് താഴെ അടുത്ത് പറ്റിയില്ലെങ്കിൽ തൊട്ട് താഴെ ലോവർ ഫ്ലോറിൽ വേണമെങ്കിൽ അവർക്ക് ഡിസൈൻ ചെയ്യാം. അങ്ങനെ കാരണം അവിടെ നിന്ന് സ്ഥാപനങ്ങൾ ഇങ്ങനെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തനെ താഴേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ്. ലിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് വേറെ കട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൂടി അല്ലെ, അങ്ങനെ പാകാതെ അതാണ് പറഞ്ഞ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കണമെന്ന്. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് അതിന് നേരെ തന്നെ അവിടെ നിന്ന് എടുത്ത് വളർന്നു തിരിഞ്ഞൊന്നും ഇല്ലാണ്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം CSSD ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയ? ചോദിച്ചാണ്. ഓക്കെ, യെസ്. ഇനി CSSD-യുടെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ആണ് നമുക്ക് പഠിക്കുന്നത്. ജനറൽ ഒരു CSSD-യുടെ ഒരു എന്താ പറയാ ഡിസൈൻ, ആ ഒരു കോൺസെപ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ ആദ്യം ഒരു സോയിൽഡ് സോൺ ഉണ്ട്. സോയിൽ സോൺ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ അഴുക്ക് കുറച്ചൊക്കെ ആയ നമ്മളുടെ ഉപയോഗിച്ച എക്യുപ്മെന്റുകളാണ്, മെറ്റീരിയൽസ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറെ എക്യുപ്മെന്റ് ഒക്കെ ഉപയോഗിച്ചു. അത് നമ്മുടെ CSSD-യിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അത് ഉപയോഗിച്ചതാണ്. അപ്പൊ അത് സോയിൽഡ് ആണ് എന്ന് വെച്ചാൽ അതില് എന്താ പറയാ നമ്മൾ ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആകാം, ബ്ലഡ് ആകാം, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പറ്റി ബ്ലഡൊക്കെ പിടിച്ചു. അതിനെ സോയിൽഡ്. അപ്പൊ സോയിൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുന്ന ഒരു സോൺ അത്. അതിനുശേഷം ഒരു ക്ലീൻ സോൺ എന്ന് വെച്ചാൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സോൺ. ഇതിനെ കുറിച്ച് കുറച്ചുകൂടി വലിയ ഒരു ഡയഗ്രം നമുക്ക് എടുക്കട്ടോ പറയാനായിട്ട്. അപ്പൊ അത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സോൺ. ആ ക്ലീനിങ്ങിന് ശേഷമാണ് നമ്മുടെ സ്റ്റെറിലൈസിങ് സോണിലേക്ക് കൊണ്ടുവരിക. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ജനറൽ CSSD-യുടെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഏതൊക്കെയാണ്? സോയിൽ സോൺ, ക്ലീൻ സോൺ ആൻഡ് സ്റ്റെറൈൽ സോൺ. അങ്ങനെ 3 സോണുകളായിട്ടാണ് ഈ സ്റ്റെറിലൈസേഷന്റെ പ്രൊസീജിയർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽസിൽ. മനസ്സിലായോ? ആ സോണുകൾ എങ്ങനെയാന്ന്? സോയിൽ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പറ്റിയ, അതായത് നമ്മൾ ഉപയോഗിച്ച എക്യുപ്മെന്റുകളൊക്കെ വരുന്നത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സോൺ. അതിനുശേഷം അതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു സോൺ. ആൻഡ് നെക്സ്റ്റ് ആണ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഒരു സോൺ.
ഓക്കെ, അപ്പൊ നമുക്ക് CSSBയുടെ ഒരു പ്ലാനിങ് എന്താണ് അവര് ചെയ്യുക? CSSB എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്? അവരുടെ ഒരു പ്ലാൻ എന്താണ്? While we are receiving some surgical equipments and other materials, ഹോസ്പിറ്റലിന്റെ പല സർജറി വിഭാഗത്തിൽ നിന്നോ മറ്റു ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്ന മെറ്റീരിയൽസിനെ ഇവര് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എങ്ങനെ അവർ പ്ലാൻ ചെയ്യാം. So first of all, while they are getting the items, ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളില്ലേ, first of all they have to classify. They have to make sure that it doesn't get mixed. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകാതെ ഈ കൊണ്ടുവരുന്ന മെറ്റീരിയൽസിനൊക്കെ പല രീതിയിൽ ഇവര് ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം? എങ്ങനെയാണ് പെയിന്റഡ് ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഈ അണുക്കളൊന്നും അധികം ഇല്ലാതെ കളർ കളഞ്ഞത് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറെ, പിന്നെ ഈ സോയിൽഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ വേറെ, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേറെ, അങ്ങനെയൊക്കെയായിട്ട് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ്ഡ് ആകാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ തുണിയൊക്കെ കഴുകും അല്ലെ, തുണി കഴുകുന്നു വേണ്ട പോട്ടെ, പാത്രങ്ങൾ വാഷ് ചെയ്യില്ലേ നമ്മൾ, ഡിഷ് എന്താ പറയാ നമ്മുടെ വാഷിംഗ് ബേസിലിട്ട് നമ്മൾ ഡിഷസ് ഒക്കെ വാഷ് ചെയ്യും. ഇപ്പൊ അതിനകത്ത് കുറച്ച് എന്താ പറയുക, നമ്മൾ പച്ചക്കറി മാത്രം കഴിച്ചിട്ടുള്ള ഒരു ഫുഡൊക്കെ കഴിക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ മീറ്റോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ ഉപയോഗിച്ചുള്ള പാത്രങ്ങൾ നമ്മൾ മിക്സ്ഡ് ആകാറില്ല. ചിലപ്പോൾ ഈ പച്ചക്കറി ഉള്ളതൊക്കെ ആദ്യം ഒന്ന് കഴുകി സോപ്പോ ലിക്വിഡോ ഉപയോഗിച്ച് കഴുകി മാറ്റിക്കുന്നു. അതായത് നമ്മൾ ഫിഷും മറ്റു മീറ്റും ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്മെല്ലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിന് കുറച്ചുകൂടി നന്നായി നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു സർജിക്കൽ എക്യുപ്മെന്റുകളും മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ they have to make sure that it get not mixed. ഇത് മിക്സ്ഡ് ആകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതില് ഇത് ജെം ഫ്രീ ആയിട്ടുള്ളത് വേറെ, അണുക്കളൊന്നും ഇല്ലാത്തത് വേറെ, അതുപോലെ പെയിന്റഡ് ആയിട്ടുള്ളത് കറ നിറഞ്ഞത് കറയില്ലാത്തതൊക്കെ വേറെ വേറെയായിട്ട് തരം തിരിച്ചു വെക്കാനായിട്ട് ആദ്യം തന്നെ അവര് നേരത്തെ പ്ലാൻ ചെയ്യും. ആൻഡ് ഓൾസോ ഇതിന് എന്താ പറയാ, ഈ സോയിൽഡ് ആയിട്ടുള്ള ഐറ്റംസ്, ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റെറൈൽ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ വരാതിരിക്കാനായിട്ട് ഇതൊന്ന് ഫെൻസ് ചെയ്യണം. എന്താ ഫെൻസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വേലി എന്നാണ് അർത്ഥം അല്ലെ. ഇതിന്റെ ഇടയിൽ വേലിയൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നമ്മളിപ്പോ ലുലുവിലൊക്കെ ചെല്ലുമ്പോ, ലുലു മാത്രമല്ല ഇപ്പൊ വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അങ്ങനെയുണ്ട്, ക്യാഷ് കൗണ്ടറിന് അവിടെ ചെല്ലുമ്പോ നെക്സ്റ്റ് കസ്റ്റമർക്ക് ഒരു സാധനം പിടിച്ചിട്ടുണ്ടാവും കണ്ടോ നിങ്ങള്, അതൊരു വേലിയാണ് ശരിക്കും. അതെന്താ വേലി? കാരണം അടുത്ത കസ്റ്റമറുടെ സാധനങ്ങളുമായിട്ട് മുമ്പിൽ നിൽക്കുന്ന ആളുടെ സാധനങ്ങൾ മിക്സ് ആവാതിരിക്കാൻ അവിടെ ഒരു ബാരിയർ ഇങ്ങനെ വെച്ചിട്ടാണ്. നെക്സ്റ്റ് കസ്റ്റമറിന്റെ ഒരു ട്രയാങ്കുലർ പ്രിസം ഒരു സാധനം നീണ്ടത് വെച്ചിട്ട് ഉണ്ടാവും. എന്താ ഇടയ്ക്ക് ഒരു ചോദിക്കുന്നതിന് ഒരു മറുപടി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ശ്വാസം വിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ തമ്മക്കിടുമ്പോ ഇടയ്ക്ക് ഞാനൊന്ന് ബ്രേക്ക് ചെയ്യും. നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിനോട് ആൻസറുകൾ തന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാം, ഇങ്ങനെ വേഗം കിട്ടുകയെന്നല്ല ഉദ്ദേശിക്കുന്നത്, സോയിൽഡ് ക്ലീൻഡ് ആയിട്ടുള്ളത്, സ്റ്റെറൈൽ ചെയ്തത്, അങ്ങനെ ഇതിനെയൊക്കെ വേർതിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വെച്ചൊന്ന് എന്ത് ചെയ്യണം, മറക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി ഇങ്ങനെ മിക്സ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ലീഡ് ടു കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആകും. മറ്റേ ക്ലീൻ ചെയ്തതും സ്റ്റെറൈൽ ചെയ്തതും തമ്മിൽ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈ സോയിൽഡ് ആയിട്ടുള്ളത് വെച്ച് കഴിയുമ്പോൾ ഈ ക്ലീൻ ചെയ്തത് എങ്ങനെയാ സ്റ്റെറിലൈസ് ചെയ്തത്, ഇതിലേക്ക് അണുക്കൾ വേഗം പടരും. എല്ലാം കൂടി കൂട്ടി വെച്ചാല് ആദ്യം ശരി സ്റ്റെറിലൈസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്, പക്ഷേ എങ്കിലും സോയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടിരുമ്പോൾ ഇതിൽ നിന്ന് ബാക്ടീരിയാസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ അപ്പുറത്തേക്ക് പടർന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എന്താ പറയാ, അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ, ഇതുപോലെ ബാക്ടീരിയാസ് ആൻഡ് വൈറസ് മറ്റുള്ള സാധനങ്ങളിലേക്കൊക്കെ പടരാതിരിക്കാനൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതിനെ ഫെൻസ് ചെയ്ത് ഡിഫറെന്റ് സോൺസ് ആക്കി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് എന്തുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദ ഫ്ലോർ നല്ല സ്മൂത്ത് ആയിരിക്കണം. അവിടെയൊക്കെ നമ്മള് CSSB ഫ്ലോറൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡിങ് ആയിരിക്കണം, എന്താ പറയാ പവർഫുൾ ആയിരിക്കണം, നല്ല പവർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പണിതായിരിക്കണം. പിന്നെ പെട്ടെന്ന് തെന്നിയൊന്നും വീഴാത്ത സ്ഥലം ഇതായിരിക്കണം, നല്ല സ്മൂത്തും ആയിരിക്കണം. സ്മൂത്ത് ആണെങ്കിലും തെന്നിയൊന്നും വീഴാൻ പാടില്ല, അങ്ങനത്തെ ഫ്ലോർ ആയിരിക്കണം CSSBയുടെ. മാത്രമല്ല എവറി ടൈം ദാറ്റ് ഏരിയ ഷുഡ് ബി ക്ലീൻ ആൻഡ് പോസിറ്റീവ് പ്രഷേഴ്സിനെയൊക്കെ നമുക്ക് എന്താ പറയാ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ പ്രതലങ്ങളൊക്കെ വളരെ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന രീതിയിൽ ക്ലീൻ ഏരിയ ആയിട്ട് വേണം ഹോസ്പിറ്റൽസിന്റെ CSSB നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതൊക്കെ അവരുടെ പ്ലാനിങ് ആണ്. CSSB ആളുകളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാനിങ്ങിൽ ഇതൊക്കെ വേണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യണം അവര്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ദ ഏരിയ ഓഫ് വർക്ക്, അവരുടെ വർക്കിംഗ് ഏരിയക്ക് ഇല്ലേ, വർക്കിംഗ് ഏരിയക്ക് എപ്പോഴും അവരുടെ
എന്താ പറയാ മാർബിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കണം. അതായത് ഇപ്പൊ ഈ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടൊക്കെ നമുക്ക് വെക്കാനായിട്ട് ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഉള്ള വർക്ക് ഏരിയ ഒക്കെ ആയിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. വെറുതെ എന്തെങ്കിലും മരോ ഒക്കെ അവിടുത്തെ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊന്നും നമുക്ക് അഴുക്കുകളൊക്കെ ഒന്നും പോകില്ല. അപ്പൊ അതിനകത്തൊക്കെ പിടിച്ചിരിക്കും. അതിനേക്കാൾ ഏറ്റവും കുറച്ചും കൂടി നമ്മുടെ കിച്ചൺ ഏരിയയിൽ ആണ് ആളുകൾ ഈ ഗ്രാനൈറ്റ് മാർബിളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. ബിക്കോസ് അവിടെ നമുക്ക് എന്താ പറയാ കിച്ചൺ ആണ്, അവിടെ നമുക്ക് ഒരു ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൂടുതലും ബാക്ടീരിയാസ് വൈറസ് ഒക്കെ കുഞ്ഞു കൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾക്ക് വരാതിരിക്കാനും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതുപോലെ തന്നെയായിരിക്കണം CSSDയിലും. ആൻഡ് സ്റ്റെറിലൈസേഷൻ ഷുഡ് ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ഓട്ടോക്ലേവിംഗ് സ്റ്റീം ആസ് വെൽ ആസ് ബൈ ഗ്യാസ്. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ചെറിയ ഊഷ്മാവില് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ ക്ലീൻ ചെയ്ത് ലോ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ഈ ആവി അടുപ്പിച്ചിട്ട് അതൊരു മെഡിക്കൽ അതുപോലെ ലബോറട്ടറീസിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ എന്താ പറയാ ഡിസിൻഫെക്റ്റന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ, ആ ഒരു പ്രോസസ് അതിനെയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് വിളിക്കുക കേട്ടോ. ഇത് ലോ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങളോ അതുപോലെ തന്നെ ലാബിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ ഒക്കെ ഡിസിൻഫെക്റ്റന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അതിനകത്ത് ഈ ലോ ടെമ്പറേച്ചർ നീരാവി ആണ്, വേപ്പർ ആണ് ഉപയോഗിക്കുക. അതാണ് ആ ഒരു പ്രൊസീജിയറിനെ ഓട്ടോക്ലേവിംഗ് എന്നാണ് വിളിക്കുക. അപ്പൊ ആവി അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു തരം ഗ്യാസ് ലോ ടെമ്പറേച്ചർ ആയിരിക്കും, അത് ഉപയോഗിച്ചിട്ടാണ് ക്ലീനിങ് ചെയ്യുക. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് മനസ്സിലായോ? നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്ന് വായിച്ചു നോക്കാം. ലോ ടെമ്പറേച്ചർ അല്ലല്ലോ, ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ടല്ലേ ചെയ്യുക ഓട്ടോക്ലേവില്? ലോ ടെമ്പറേച്ചർ അല്ലല്ലോ, ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ടല്ലേ ചെയ്യുക ഓട്ടോക്ലേവില്? ഹൈ ടെമ്പറേച്ചർ ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം. അതായത് ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ വരുന്ന ഗ്യാസിന് ടെമ്പറേച്ചർ ഓവറായിരിക്കും. ടെമ്പറേച്ചർ വരുന്നത് ആവി വരുന്നത് നമ്മൾക്ക് എന്തെങ്കിലും എന്താ പറയാ ബോയിൽഡ് ആയിട്ടുള്ള സാധനമാണ്, അതിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ ചൂട് തന്നെയല്ലല്ലോ വരിക, അത് മുകളിലേക്ക് ഓട്ടോക്ലേവിംഗ് അങ്ങനെയാണല്ലോ. ഹൈ ടെമ്പറേച്ചർ നല്ലല്ലോ. നമ്മളിപ്പോ ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ ഓട്ടോക്ലേവ്സ് യൂസ് എ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 121 degrees to 134 degrees ആണ്. അതാണോ ഹൈയസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ? അതല്ല ഹയസ്റ്റ് ടെമ്പറേച്ചർ, അതിലും കൂടുതലുള്ളതുണ്ട്. പക്ഷെ എന്തായാലും ലോ ടെമ്പറേച്ചർ 100ലും മീഡിയം ആണല്ലോ, ഒരു ബോയിലിംഗ് ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ വേണമല്ലോ അതിന്. അടുത്ത പേജിലുണ്ട് ഓട്ടോക്ലേവ് steam under pressure is the most affordable method of sterilization. ഓട്ടോക്ലേവ് സ്റ്റീം ഉപയോഗിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്യാസ് അതിന്റെ ആ ഒരു ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഞങ്ങൾക്കൊരു ആ ഒരു ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത് ആ ഒരു ബോയിലിംഗിന്റെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്റ്റീമാണ്. അപ്പൊ വേണ്ട ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് തന്നെയാന്ന് പറഞ്ഞാൽ മതിയല്ലോ, വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പൊ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊസീജിയറിലാണ്. ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ സർജിക്കൽ എക്യുപ്മെന്റുകളൊക്കെ CSSDയിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അടുത്ത പേജിലുണ്ട് അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നുണ്ട് ഓട്ടോക്ലേവിംഗിനെ കുറിച്ചിട്ട്. ഓക്കെ ഓക്കെ. ഇനി ഇതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Materials or items from tainted and germ-free area should not get mixed. കറകളഞ്ഞതും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ജേംസ് ഉള്ളതും ഒക്കെ തമ്മിൽ മിക്സ്ഡ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എക്സ്ക്യൂസ് മീ മിസ്, അതെ ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ സ്പെല്ലിംഗ് ഉണ്ട്. മെറ്റീരിയൽസ് മിക്സ് മാക്സ്ഡ് എന്നാണ് എഴുതിയാക്കണേ, അത് മിക്സ്ഡ് എന്നാണ്.
മിക്സ്ഡ് എന്നാണല്ലോ നിങ്ങളുടെ ബുക്കിലോ? എന്റെ ബുക്കിൽ ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ് എന്നാക്കുക കേട്ടാ. അക്കെയോ ഇവിടെ മിക്സ്ഡ് ആണ് കിടക്കുന്നത്. ഇതാണോ പുതിയ ടെക്സ്റ്റ് ആണല്ലോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പിന്നെ മാത്സ് എല്ലാവരുടെയും അങ്ങനെയാണോ? എല്ലാവരുടെയും നോട്ടിൽ അതാണോ? യെസ് മാം, മാത്സ്. അതൊന്നും മിക്സ്ഡ് എന്നാക്കുക കേട്ടാ. പ്രസന്റ് ചെയ്തിരിക്കുന്നത് മിക്സ്ഡ് ആണ് ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു മാറ്റം വരുന്നതായിട്ട് അടുത്തത് നിങ്ങൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. ഇത് ഏതിന്റെ ആണെന്ന് കൂടി ചേർത്ത് പഠിക്കണം കേട്ടോ. അത് CSSD ആണെന്ന് ചെക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോ അങ്ങനെയായിരിക്കും വരിക. The floor of CSSD should be smooth, non-skid and powerful. കാരണം നമ്മള് CSSD പ്ലാനിങ് ആണോ പറയുന്നത്. അതുകൊണ്ട് ആ സെന്റൻസിനകത്ത് അവിടെ CSSD ഇല്ല. പക്ഷെ നമ്മള് പഠിക്കുമ്പോൾ അത് CSSD കാര്യമാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ തന്നെ ഏരിയ ഓഫ് വർക്ക്, CSSD വർക്കിംഗ് ഏരിയ ഒക്കെ അതും എങ്ങനെയായിരിക്കും? ഷുഡ് ബി മെയ്ഡ് ഓഫ് മാർബിൾ, ഗ്രാനൈറ്റ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അടുത്ത സെന്റൻസ് കൂടി, the sterilization must be arranged for autoclaving by steam as well as by gas. ഓട്ടോക്ലേവിംഗ് എന്താണെന്ന് അപ്പുറത്ത് ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ നമ്മൾ എഴുതി വെക്കുമ്പല്ലോ ഓട്ടോക്ലേവിംഗ് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചേക്കും കേട്ടോ. നിങ്ങളുടെ നോട്ടിൽ തന്നെ നമ്മൾ എഴുതിക്കോ. ഓട്ടോക്ലേവിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. നിങ്ങളുടെ നോട്ടിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം കേട്ടോ. The process of autoclaving എന്താണെന്ന് പിന്നീട് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ വേണ്ടിട്ട്. The process of disinfection, the process of disinfection of medical or laboratory equipments using high temperature steam. High temperature മതി. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു CSSD-യില് ഒരു എന്താ പറയുക യൂണിഡിറക്ഷണൽ ഫ്ലോ ഓഫ് എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. യൂണിഡിറക്ഷനിലായിരിക്കണം എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വേഗം വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നുകൂടി പറയണോ? ദ പ്രോസസ് ഓഫ് ആരെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കിട്ടാൻ മതി ടൈപ്പ് ചെയ്ത്. ഇനി സമയം പോകുമല്ലോ. ഇത് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞവരുണ്ടോ? The process of the process of disinfection of medical or laboratory equipments. Medical or laboratory equipments using high pressure അല്ലെങ്കിൽ high temperature steam. High pressure or high temperature steam. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വർക്ക് ഫ്ലോ ഓഫ് CSSD ആണ്. CSSD-യുടെ വർക്ക് ഫ്ലോ ആണ് ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാ നോക്കിയേ? ഫസ്റ്റ് ഓഫ് ഓൾ they have to receive the materials. CSSD-യിലേക്ക് ആദ്യം തന്നെ കുറെ എക്യുപ്മെന്റുകൾ, സർജിക്കൽ എക്യുപ്മെന്റ്, മെറ്റീരിയൽസ് ഒക്കെ റിസീവ് ചെയ്യും. റിസീപ്റ്റ് ഏരിയ റിസീവ് ചെയ്തത് അതിനുശേഷം അത് ഫ്ലോ പോയികളുണ്ടല്ലോ, ആരോമാർക്കാണ് ഫ്ലോ കാണിക്കുന്നത്.
അപ്പൊ ഓർക്കുക, അടുത്തത് റിസീവ് ചെയ്ത സാധനങ്ങളെ ക്ലിൻസിങ് ആണ്. ക്ലിൻസിങ് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, പൊടിയോ പടലങ്ങളോ അങ്ങനത്തെ ഇങ്ങനെ എന്താ പറയാ ക്ലീൻ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുടഞ്ഞു കളയുന്നതോ തട്ടിക്കളയുന്നതോ ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെയ്യുക. അതെല്ലാം ചെയ്യുന്നു. അതിനുശേഷം അത് ക്ലീൻ ചെയ്യുന്നു. ഈ ക്ലീനിങ്ങിന് ശേഷം നമ്മൾ അതിനെ എന്താ പറയാ ചിലപ്പോൾ നനച്ച് ക്ലീൻ ചെയ്യാനുണ്ടായാലും ജസ്റ്റ് ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ് ഒക്കെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഇങ്ങനത്തെ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിലേക്ക് നേരിട്ട് പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് തന്നെ ക്ലീൻ ചെയ്ത് എന്റെ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യുന്നു, വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നു. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, ഡ്രൈ ആക്കണം അല്ലെ, കളിച്ച് നനഞ്ഞിരിക്കുന്ന സാധനം ആയതുകൊണ്ട് അത് നനച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്തതിനു ശേഷം ഡ്രൈ ആക്കുന്നു, ഉണക്കുന്നു. അതിന് ശേഷമാണ് ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലിംഗ് ആണ്. അതായത് ചെക്ക് ചെയ്ത് നോക്കും അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ. കാരണം ഇതൊക്കെ വൃത്തിയായിട്ട് മാത്രം സൂക്ഷിച്ചാൽ പോലെ ഇത് വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഒരു ഉപകരണത്തിന് ഒന്നും കോട്ടമൊന്നും തട്ടിയിട്ടില്ല, എല്ലാം തന്നെ പെർഫെക്റ്റ് കണ്ടീഷനിലാണ് പോലെ തന്നെയാണ് എന്നുള്ളത് വരുന്നത്. അതിനുശേഷം ട്രേ അതിന് കൃത്യമായിട്ടൊരു ട്രെയില് അസംബിൾ ചെയ്യും എന്ന് വെച്ചാൽ എല്ലാം കൂടി വെക്കുന്നു. അതിനുശേഷം അത് എവിടേക്ക് വിടുന്നു, സ്റ്റെറിലൈസേഷന് വേണ്ടി വെക്കുന്നു. സ്റ്റെറിലൈസിങ് കഴിഞ്ഞതിന് ശേഷം അത് ലേബൽ ചെയ്യും. അതായത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ലേബൽ ചെയ്യുന്നു. ലേബൽ ചെയ്ത സാധനങ്ങൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ഇറ്റ് ഹാവ് ടു ബി ഇഷ്യൂഡ് ആൻഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അത് ഇഷ്യൂ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലേക്ക് ആർക്കാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ആളുകൾ വരും അത് റിസീവ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടി അത് സ്റ്റോർ ചെയ്ത് അവിടെ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് ഈ ഒരു ഡിറക്ഷനിലാണ് എന്ത് പോകുന്നത്, നമ്മുടെ CSSDയുടെ വർക്കുകളൊക്കെ കൃത്യമായിട്ട് പോകുന്നത്. ക്ലിയർ ആയോ? ഈ ഒരു എന്താ പറയാ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഈ CSSDയുടെ പ്രോസസ്സിംഗ് നടക്കുന്ന വർക്ക് ഫ്ലോ ആ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ ആയോ? പറയാം ഒന്നുകൂടി. ആരോഗ്യ പോയത് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ആ റെസീപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മള് മെറ്റീരിയൽസ് സ്വീകരിക്കുന്നു. CSSD ഡിപ്പാർട്ട്മെന്റിൽ റിസീവ് ചെയ്യുന്ന ഒരു സ്ഥലം. മെറ്റീരിയൽസ് ഒക്കെ ഇതുപോലുള്ള സർജറി ഒക്കെ കഴിഞ്ഞ എക്യുപ്മെന്റുകൾ അതല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് റിസീപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് സ്വീകരിച്ച സാധനങ്ങൾ റിൻസി എന്ന് വെച്ചാൽ ചിലപ്പോൾ കട്ടി കളയുന്നതോ കുടഞ്ഞു കളയുന്നതോ ഉടച്ചു കളയുന്നതോ ആയിട്ടുള്ള വില അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുന്നു. അതിനുശേഷം അത് ക്ലീൻ ചെയ്യുന്നു. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടതായിരിക്കുമെങ്കിൽ അങ്ങനത്തെ ആണെങ്കിൽ വാഷ് ചെയ്യുന്നു. സ്വപ്പം എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യും. അതിനുശേഷം അതിനെ ഉണക്കണം. ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം ചെക്ക് ചെയ്യാനതിന് വേണ്ടിയിട്ട് അതിന് എന്തെങ്കിലും സ്പോയിൽ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കേടുപാട് വന്നിട്ടുണ്ടോ, ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി അതിനെ ട്രെയിൽ അസംബിൾ ചെയ്യുക. അസംബിൾ ചെയ്ത ഈ പറയുന്ന എക്യുപ്മെന്റുകളെല്ലാം സ്റ്റെറിലൈസേഷന് വേണ്ടി മൂവ് ചെയ്യും. അടുത്ത പ്രൊസീജിയർ സ്റ്റെറിലൈസേഷൻ ആണ്. അവിടുന്ന് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഓട്ടോക്ലേവിംഗ് സിസ്റ്റമിലെ അതിന് ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ആ സ്റ്റീം ആ ഒരു എന്താ പറയാ നീരാവി ആ ഒരു ഗ്യാസോ നീരാവിയോ ഒക്കെ ഈ പറയുന്ന ഈ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ട്രെയിൽ വെച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സിലേക്ക് ഈ ചൂടാണ് കൊടുക്കുന്നത്. ഈ ചൂട് അണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? അങ്ങനെയല്ലേ? ചൂട് വെച്ചിട്ട് പല എന്താ പറയാ അണുക്കളെ നശിപ്പിക്കാറുണ്ട് നമ്മള്. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കും അല്ലെ, പല അണുക്കളെ നശിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുപോലെ അതിന് വേണ്ടിയിട്ട് ഈ അണു വിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിൽ അസംബിൾ ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ സാധനം വെറുതെ കഴുകിയത് കൊണ്ട് എത്ര സോപ്പോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ്സ് ഉപയോഗിച്ച് വാഷ് ചെയ്താലും അതിൽ അണുക്കൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. അപ്പൊ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇനിയും ഇൻഫെക്ഷൻസ് അവിടെ അല്ലെങ്കിൽ ബാക്ടീരിയാസ് വൈറസ് ഒക്കെ ഇനിയും അതിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹൈ പ്രഷർ ആയിട്ടുള്ള ഈ ഒരു ഗ്യാസോ അല്ലെങ്കിൽ സ്റ്റീമോ ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ അതിനെ ലേബൽ ചെയ്യുന്നു. മനസ്സിലായോ? ലേബൽ ചെയ്ത് സ്റ്റോർ ചെയ്ത് എവിടെയെങ്കിലും വെക്കും. എന്നിട്ട് അത് ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. സ്റ്റെറിലൈസ് ചെയ്ത ഉപകരണങ്ങൾ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ വരും, അതവരുടെ ഡിപ്പാർട്ട്മെന്റുകാര്. സോ ഇറ്റ് ഹാവ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദാറ്റ് ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ. ആ ഒരു സെക്ഷനിൽ നിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടുന്നു. അപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഒരു ഓർഗാനോഗ്രാം ആണ്. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചർ ആണ്, എന്തെങ്കിലും കാര്യത്തിന്റെ ഒരു ഘടനയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു CSSDയുടെ ഒരു ഓർഗാനോഗ്രാം എന്താണെന്ന് പറഞ്ഞിട്ട് CSSD ഇൻചാർജ് മാനേജർ അല്ലെങ്കിൽ അതായിരിക്കും CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ആള് ഹെഡ്.
will be manager or CSSD in charge. Okay. ഇനി അതിനുശേഷം CSSD technicians ആണ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടെക്നീഷ്യൻ ആണ് CSSD ടെക്നീഷ്യൻസ്. അതിനുശേഷം അതിന്റെ താഴെ CSSD അസിസ്റ്റൻസ് ആണ്. ഈ ടെക്നീഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്നവര് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ some people have to assist them. അവരെ ആ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാനൊക്കെ ചില സഹായങ്ങൾക്ക് ആവശ്യം വരും. അപ്പൊ അതിനായിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ട്. അതാണ് CSSD അസിസ്റ്റൻസ്. അതിന്റെ താഴെ ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ. ക്ലിനിക്കൽ ആയിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇത്രയും എക്യുപ്മെന്റ് ഇവിടെ കിട്ടി അതൊക്കെ റെക്കോർഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ക്ലിനിക്കൽ വർക്ക് ചെയ്യുന്നവര് ഇതുപോലുള്ള റെക്കോർഡ്സ് ഒക്കെ എഴുതി വെക്കുക. എത്ര എക്യുപ്മെന്റുകൾ കിട്ടി അതൊക്കെ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലർക്ക് എന്നാണ് കേട്ടോ. CLERK. അവിടെ തെറ്റുണ്ടോ സ്പെല്ലിംഗില്? അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ ആണ്. സ്റ്റോർ കീപ്പർ KEEPER ആണ് കേട്ടോ. ഒന്ന് തിരിച്ചേക്കണേ. ക്ലർക്ക് ആൻഡ് സ്റ്റോർ കീപ്പർ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ അത് വന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും അവർ തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ തിങ്സും സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടാണെന്ന് ഇൻഫെക്റ്റന്റ് ചെയ്തതും അല്ല ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്തതും സ്റ്റെറിലൈസ് ചെയ്തതും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അതൊക്കെ അതിന്റെ ഒരു കണക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ വേണം. സോ ദേ ഹാവ് ടു പ്രിപ്പയർ ഓർ മെയിൻറ്റെയിൻ എ റെക്കോർഡ് ഫോർ ഇറ്റ്. അതിനോട് റെക്കോർഡ് കീപ്പ് ചെയ്യും. ആൻഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അത് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്കാണ് പോകുക. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ ആരാണോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉള്ളത് അവർക്കാണ് അത് എന്നിട്ട് കൊടുക്കുക. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ആണ് നമ്മളുടെ CSSDയുടെ ആ ഒരു എന്താ പറയാ അതിനകത്തുള്ള എംപ്ലോയീസിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഘടന. CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ, CSSD ടെക്നീഷ്യൻ, CSSD അസിസ്റ്റന്റ്, ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ ആൻഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓർഗാനോഗ്രാം ഇല്ല, പക്ഷെ അതിന് മുകളിലത്തെ നമ്മുടെ വർക്ക് ഫ്ലോന്റെ CSSD വർക്ക് ഫ്ലോ ഇമ്പോർട്ടന്റ് ആണ്. ആ ചാർട്ട് ഫ്ലോ ചാർട്ട് മറക്കരുത്. ലൈൻ ചെയ്ത് ടിക്ക് വെച്ചേക്കാം. ഓക്കെ. അടുത്തത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. CSSDയിൽ എന്തൊക്കെ ഫങ്ഷൻസ് നടക്കുന്നു ആ ഫങ്ഷൻ നടത്തുന്ന ഏരിയകളാണ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ ആ സോണുകളിൽ നിന്ന് കുറച്ചുകൂടി എന്താ പറയാ എൻലാർജ് ചെയ്ത ഒരു ഏരിയാസ് ആണ്. ആദ്യം തന്നെ റിസീവിംഗ് ഏരിയ, ദ പ്ലേസ് വേർ ദ എക്യുപ്മെന്റ്സ് ഓർ മെറ്റീരിയൽസ് ആർ റിസീവ്ഡ്. എവിടെയാണോ സർജിക്കൽ എക്യുപ്മെന്റ്സ് മെറ്റീരിയൽസ് കിട്ടുന്നത് ആ റിസീവ് ചെയ്യുന്ന ഏരിയ അത് റിസീവിംഗ് ഏരിയ. അടുത്തത് ക്ലീനിങ് ഏരിയ. നമ്മൾ പറഞ്ഞില്ല അത് റിൻസിങ് ഒക്കെ ചെയ്യണം എന്ന് വെച്ചാൽ കുടയിലോ ഒക്കെ തട്ടിയോ വാഷ് ചെയ്തോ ഒക്കെ ക്ലീൻ ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ഒരു ക്ലീനിങ് ഏരിയ. അതിനുശേഷം പാക്കിംഗ് ഏരിയ ആണ്. ഇതെല്ലാം കൂടി പാക്ക് ചെയ്യണം. കാരണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് മറ്റേ സ്റ്റെറിലൈസേഷൻ മുമ്പ് ഒന്ന് പാക്ക് ചെയ്യണം. ലേബൽ എന്താ പറയാ പാക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രെയിനൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നത്. അപ്പൊ പാക്കിംഗ് ഏരിയ. പിന്നെ സ്റ്റെറിലൈസിങ് ഏരിയ, അവിടെ നിന്നാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ വിടുന്നത്. സ്റ്റെറിലൈസിംഗ് ഏരിയ. അതിനുശേഷം സ്റ്റെറിലൈസിംഗ് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോറേജ് ഏരിയ. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അതും ഇതുപോലെ തന്നെ ഫങ്ഷണൽ ഏരിയാസ് ഒരു ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നു മാത്രം. ഓക്കെ. ഏതൊക്കെയാണ് അപ്പോ? റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ആയോ? ഈ ഫങ്ഷണൽ ഏരിയാസ് ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. ഫങ്ഷണൽ ഏരിയാസ് ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം. Okay, so what all things are done in receiving area? അപ്പൊ ഈ റിസീവിംഗ് ഏരിയയില് എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. So we know that the hospital transfers its equipments, surgical equipments, materials from different departments of hospital to CSSD for cleaning and disinfection purpose. അല്ലെ, ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്റ്റെറിലൈസിംഗ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിലും ഉള്ള പല സർജിക്കൽ എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസും ഒക്കെ എന്ത് ചെയ്യുന്നു? CSSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് എവിടെ എത്തും? നമ്മുടെ റിസീവിംഗ് ഏരിയയിൽ കിട്ടും.
കിട്ടും അല്ലെ. അതിനകത്ത് there will be stained ആയിട്ടുള്ള soiled ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാകും. പലതരത്തിലുള്ള കറകളും അഴുക്കും ഒക്കെ പിടിച്ച ഇതുണ്ടായിരിക്കും. ബോഡിയിൽ ഫ്ലൂയിഡ്സ്, ബ്ലഡ് അല്ലെ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇൻഫെക്റ്റഡ് ആയിരിക്കും. സോ ഇറ്റ് ഹാവ് ടു ബി ഡിസ്ഇൻഫെക്റ്റഡ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല സാധനങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ സർജിക്കൽ എക്യുപ്മെന്റ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് പർപ്പസ് അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസിൽ ഉപയോഗിച്ചാണ്. അത് അതത് ഡിപ്പാർട്ട്മെന്റുകാര് അവര് ബിഫോർ സെൻഡിങ് ദം ടു CSSB കൊടുത്തു വിടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഈ സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ അവർ ആദ്യം തന്നെ ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. അതിനുശേഷമാണ് CSSB കൊടുത്തുവിടുക. മനസ്സിലായി. അതത് ഡിപ്പാർട്ട്മെന്റുകാര് അവര് തന്നെ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അവര് അത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻസിൽ എന്താ പറയുക ഡിസ്ഇൻഫെക്റ്റഡ് ചെയ്ത് CSSB കൊടുത്തിടും. അല്ലെങ്കിൽ മറ്റേ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിൽ അവര് ഇതിൽ ചെയ്തിട്ടാണ് കൊടുത്തുവിടുക. മനസ്സിലായോ? ആൻഡ് CSSB ഹാവ് ടു അക്സെപ്റ്റ്. അവര് ഒരു വിൻഡോയിലൂടെ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും ഈ പറയുന്ന സാധനങ്ങൾക്ക് റിസീവ് ചെയ്യാൻ. നമ്മളിപ്പോ ബാങ്കിൽ പോകുമ്പോൾ ഒരു വിൻഡോ ഉണ്ടാവില്ലേ, ക്യാഷ് കൊടുക്കാനും കിട്ടാനും ഒരു റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലോ ഒരു അതിൽ കൂടി ആയിരിക്കും ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അല്ലെ. എൻട്രി ആൻഡ് ഔട്ട്സൈഡിലേക്ക് കൊടുക്കുന്നതും ഈ ഒരു ഇതിൽ കൂടി ആയിരിക്കും. ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്ലേസിൽ കൂടി CSSB ഇതെല്ലാം റിസീവ് ചെയ്യുന്നു. ആൻഡ് വൈൽ റിസീവിംഗ് ഇറ്റ് ദേ ഹാവ് ടു കൗണ്ട് ഇറ്റ് അല്ലെ. ഓരോ ഐറ്റംസും അത് എണ്ണി തിട്ടപ്പെടുത്തണം. എണ്ണി അത് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ റെക്കോർഡ്സ് ഉണ്ട്. ആ ക്ലിനിക്കൽ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ഇതൊക്കെ ചെയ്യണം. അത് എത്ര ഉണ്ടെന്ന് നോക്കണം, അത് ഏതൊക്കെ സാധനങ്ങളാണെന്ന് അതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം. മനസ്സിലായോ? ഷാർപ്പൻഡ് ആണോ അൺഷാർപ്പൻഡ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മുടിച്ചുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും, അതല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും. ഇതൊക്കെ നമ്മള് കൃത്യമായിട്ട് സോർട്ട് ചെയ്യും. അപ്പൊ ഷാർപ്പൻഡ് ഐറ്റംസ് നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഷുഡ് ബി വെരി കെയർഫുൾ അല്ലെ. വളരെ ചെറിയ സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വലിയത് മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ വേറെ ചെയ്യും. അങ്ങനെ എല്ലാത്തും വേറെയും ഒക്കെ സോർട്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, വെക്കുന്നതും തിരിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. ഇനി whenever they receive something, എന്തെങ്കിലുമൊക്കെ റിസീവ് ചെയ്യുമ്പോൾ നെസസറി എൻട്രീസ് ഹാവ് ടു ബി റെക്കോർഡ്. അവരുടെ റെക്കോർഡിൽ കൃത്യമായിട്ട് അതിന്റെ എൻട്രി ഉണ്ടായിരിക്കണം. ഇന്ന സാധനം റിസീവ് ചെയ്തു, പിന്നെ ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇത്ര എന്താ പറയാ പാക്കേജസ് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അതിന് നോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർവേർഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് ദ ക്ലീനിങ് ഏരിയയിലേക്ക് അതിനുശേഷമാണ് പിന്നീട് കൊടുക്കുക. റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകാരുടെ പണി ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത്രയും ചെയ്തതിനു ശേഷം മാത്രമേ ഇറ്റ് ഹാവ് ടു ബി സെൻഡ് ടു നെക്സ്റ്റ് ഏരിയ. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ, അടുത്ത ഏരിയ ഏതാണ്? ഈ ഫങ്ഷണൽ ഏരിയാസ് തന്നെയാണ് ഇവിടെ താഴെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ റിസീവിംഗ് ഏരിയയിൽ ഈ പറയുന്നതെല്ലാം സ്വീകരിച്ച് റെക്കോർഡൊക്കെ ചെയ്ത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് എല്ലാം വെച്ച് ഷാർപ്പൻഡും അൺഷാർപ്പൻഡും ആയിട്ടുള്ളത് മാറ്റി മാറ്റി തരംതിരിച്ചു. അതുകൂടാതെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതും അല്ലെ അങ്ങനെയുള്ളതും സോയിൽഡ് ആയിട്ടുള്ളതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം എല്ലാം കൗണ്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തതിനു ശേഷം മാത്രമേ സെൻഡ് ടു നെക്സ്റ്റ് ഏരിയ വിച്ച് ഈസ് ക്ലീനിങ് ഏരിയ. അതിനുശേഷം ക്ലീനിങ് ഏരിയയിലേക്ക് വിടുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാമോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാനുള്ളത് പറയണുള്ളൂ പെട്ടെന്ന്. Any doubts? ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടാ. The items which get stained with body blood or body fluid should be contaminated with the sodium hypochlorite solution in the user department itself before sending to CSSB എന്ന് പറയുന്ന ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. CSSBയിലേക്ക് അയക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ആ ഉപയോഗം എന്താ പറയാ ബോഡി ഫ്ലൂയിഡോ ബ്ലഡോ വെച്ചിട്ട് ടെയിന്റഡ് ആയിട്ടുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള സോയിൽഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളെല്ലാം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷനിൽ
ക്ലീൻ ചെയ്തിട്ട് വേണം അയക്കാൻ എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ the accepting area, the receiving area of CSSD should have entry to outside through a window with a counter. വിൻഡോ, ഒരു കൗണ്ടർ വെച്ചിട്ടുള്ള ഒരു വിൻഡോ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും CSSD സാധനങ്ങൾ സ്വീകരിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ. ഓക്കെ, അകത്തേക്ക് വരാനായിട്ടുള്ള ഒരു വിൻഡോ ഉണ്ടായിരിക്കണം, ഒരു പർട്ടിക്കുലർ ഒരു പ്ലേസ് അതിന് വേണ്ടി. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് ക്ലീനിങ് ഏരിയ ആണ്. ക്ലീനിങ് ഏരിയ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പൊ ഇതുവരെ ഒന്ന് വായിച്ചൊക്കെ നോക്കി നോട്ടൊക്കെ ഒന്ന് എന്താ പറയാ നന്നായിട്ട് 1-2 പ്രാവശ്യം വായിക്കാട്ടാ. ചെറിയ ചാപ്റ്റർ ആണ്, ചാപ്റ്റർ ചെറുതാണ്, പക്ഷെ അതിനകത്ത് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, സോ സി യു, അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു. Okay.